കാലവർഷം കഴിഞ്ഞിട്ടും മഴ വരാതായതോടെ ദുരിതത്തിലായത് വയനാട്ടിലെ കർഷകരാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 60% മഴക്കുറവാണ് ഇത്തവണ വയനാട്ടിൽ അനുഭവപ്പെട്ടത്. ജില്ലയിലെ കാർഷിക ഗ്രാമങ്ങളായ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി എന്നിവിടങ്ങളിൽ ലഭിച്ച മഴയുടെ അളവാകട്ടെ അതിലും പരിതാപകരമാണ്. കർഷകരെല്ലാം കൂട്ടത്തോടെ കൃഷി ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം വയൽ കൃഷി പണ്ട് കാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇവിടെ വയൽ കൃഷികളും മറ്റും ഇവിടെ നടക്കുന്നില്ല. കാർഷിക സംസ്കാര തനിമ തന്നെ ഇവിടെ തകർന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് കൃഷി ഇറക്കിയ കർഷകർ ഇവിടെ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. വരും കാലങ്ങളിൽ കാർഷിക മേഖലയിൽ നിന്ന് യാതൊന്നും തന്നെ ലഭിക്കുന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ ഇവിടെ കർഷകർക്കില്ല. സർക്കാർ എന്തെങ്കിലും നടപടികൾ ഉടനടി സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ വയനാട് പണ്ടത്തെ പോലെ കൂട്ട ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇതാണ് കബനി നദി. കബനി തീരത്തെ കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ പാടങ്ങളിൽ ഇപ്പോൾ കൃഷി ഇറക്കാറില്ല. വേനലിന്റെ കാഠിന്യത്തോട് പൊരുതിത്തോറ്റ കർഷക ജനതയുടെ കണ്ണീരിറ്റു വീണ മണ്ണാണിത്. എന്നാൽ വെറുതെ കർണാടകയിലേക്ക് ഒഴുകിപ്പോകുന്ന ഈ സമൃദ്ധമായ ജലം ക്രിയാത്മകമായി ഉപയോഗിക്കാനും നമുക്കായിട്ടില്ല. ഒരു ജനതയെ തന്നെ ദുരന്തത്തിന്റെ വക്കിലെത്തിച്ച ഈ കൊടും വരൾച്ചയെക്കുറിച്ച ഒരു ശാസ്ത്രീയ പഠനം പോലും നടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വരൾച്ച രൂക്ഷമായതോടെ വയനാട്ടിലെ കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷിയിറക്കുന്നതിനോട് വിമുഖത കാണിക്കുകയാണ്. അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ ഈ നാടിന്റെ കാർഷിക പൈതൃകത്തെയായിരിക്കും അത് എന്നേക്കുമായി ഇല്ലാതാക്കുക. കാർഷിക ഗ്രാമമായ മുള്ളൻകൊല്ലിയിൽ നിന്നും ക്യാമറമാൻ സുശാന്തിനോടൊപ്പം ഇർഷാദ് NP, ഇന്ത്യ വിഷൻ.